നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ഉപരിപഠനത്തിനായി US ലക്ഷ്യമിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ US നിന്നും പുറത്തു വരുന്നത്. യുഎസിലെ ട്രംപ് ഭരണകൂടം സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ്. ഇതുവരെ നിലനിന്നിരുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് എന്ന നിയമം പൂർണ്ണമായും നിർത്തലാക്കി പകരം വിദ്യാർത്ഥികൾക്ക് ഒരു നിശ്ചിത കാലാവധി മാത്രം അനുവദിക്കുന്ന രീതിയിലേക്ക് മാറാനാണ് US ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നത്. നിങ്ങൾ നിലവിൽ US പഠിക്കുന്ന ആളാണോ, അതോ വരും വർഷങ്ങളിൽ US പോകാൻ തയ്യാറെടുക്കുന്ന ആളാണോ എങ്കിൽ ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ പഠനത്തെയും താമസത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് നിലവിലെ നിയമമെന്നും അതിൽ വരാൻ പോകുന്ന മാറ്റമെന്നും ആദ്യമേ തന്നെ നമുക്ക് നോക്കാം. നിലവിൽ FJI എന്നീ നോൺ ഇമിഗ്രന്റ് വിസ വിഭാഗങ്ങളിൽ വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, എക്സ്ചേഞ്ച് വിസിറ്റർമാർ, വിദേശ മാധ്യമ പ്രതിനിധികൾ എന്നിവരെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് അടിസ്ഥാനമാക്കിയാണ് US പ്രവേശിപ്പിക്കുന്നത്. അതായത് ഒരു വിദ്യാർത്ഥി തന്റെ കോഴ്സ് കൃത്യമായി തുടരുന്നിടത്തോളം കാലം വിസയുടെ കാലാവധി പ്രത്യേകമായി പുതുക്കാതെ തന്നെ അവർക്ക് US നിയമപരമായി തുടരാൻ സാധിക്കുമായിരുന്നു. എന്നാൽ വരാൻ പോകുന്ന പുതിയ നിർദ്ദേശം അനുസരിച്ച് ഈ രീതി പൂർണ്ണമായും മാറും. പകരം ഫിക്സഡ് ടൈം പീരീഡ് ഓഫ് അഡ്മിഷൻ അഥവാ ഒരു നിശ്ചിത തീയതി വരെയുള്ള കാലാവധി മാത്രമേ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കൂ. അതായത് വിസ നൽകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര നാൾ US തുടരാം അല്ലെങ്കിൽ US എത്ര നാൾ വരെ താമസിക്കാം എന്നുള്ള കൃത്യമായ തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഇതിന് കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കൃത്യമായ കാലാവധി നിശ്ചയിക്കുന്നതിലൂടെ അവർക്ക് എത്ര നാൾ രാജ്യത്ത് തുടരാനാകും എന്നതിലുള്ള ആശയക്കുഴപ്പം ഇല്ലാതെയാക്കാം. കൂടാതെ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാതെ അനധികൃതമായി താമസിക്കുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനും വിസ തട്ടിപ്പുകൾ തടയാനും രാജ്യസുരക്ഷ ഉറപ്പാക്കാനും ഈ മാറ്റം സഹായിക്കുമെന്നാണ് അധികൃതർ കരുതുന്നത്. പഠനത്തിന്റെ പേരിൽ വന്ന് താൽക്കാലിക വിസ ദുരുപയോഗം ചെയ്ത് ദീർഘകാലം US താമസിക്കാൻ ശ്രമിക്കുന്നവരെ തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്നും അവർ പറയുന്നു. ഈ നിയമത്തെ പറ്റി വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട്. പലരും ചോദിക്കുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ്. ഇതിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ പറയുന്നത്. മിക്ക വിദ്യാർത്ഥികൾക്കും നിശ്ചിത കാലാവധിക്കുള്ളിൽ തന്നെ കോഴ്സുകൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് US കണക്കുകൂട്ടൽ. എന്നാൽ പ്രത്യേക കാരണങ്ങളാൽ പഠനം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് ഒരു ഇമിഗ്രേഷൻ ഓഫീസറെ സമീപിച്ച് കാലാവധി നീട്ടുന്നതിനായി എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റേ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൃത്യമായ പരിശോധനകൾക്ക് ശേഷം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ഈ കാലാവധി നീട്ടി നൽകാൻ സാധിക്കും. ഇതിനു പുറമെ കോഴ്സിന് ശേഷം ലഭിക്കുന്ന OPT അതായത് ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്, അക്കാദമിക് ട്രെയിനിങ് എന്നിവയ്ക്ക് ശേഷമുള്ള വിദേശയാത്രകൾക്കും പ്രവേശനത്തിനുമുള്ള കർശനമായ മാനദണ്ഡങ്ങളും ഈ പുതിയ നിയമത്തിലൂടെ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് നിശ്ചയിക്കും. ഇനി വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന മാറ്റം ഗ്രേസ് പീരീഡ് വെട്ടിക്കുറച്ചതാണ്. നിലവിലെ നിയമപ്രകാരം F1 വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കോഴ്സോ അല്ലെങ്കിൽ കോഴ്സിന് ശേഷമുള്ള OPT പരിശീലനമോ പൂർത്തിയാക്കിയ ശേഷം US നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനായി 60 ദിവസത്തെ സമയം ഗ്രേസ് പീരീഡായി അനുവദിച്ചിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം ഈ സമയം 60 ദിവസത്തിൽ നിന്നും 30 ദിവസമായി കുറയ്ക്കാൻ പോവുകയാണ്. അതായത് കോഴ്സ് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ രാജ്യം വിടുകയോ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ വിസകളിലേക്ക് മാറുകയോ ചെയ്യേണ്ടി വരും. ഇനി നിലവിൽ US പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ഈ നിയമം എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. നിലവിൽ US ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് അനുമതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉടനടി അപേക്ഷകൾ നൽകേണ്ടതില്ലെന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി നിർദ്ദേശിക്കുന്നത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്ന ദിവസം നിയമപരമായി രാജ്യത്ത് തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫോം I-20 അല്ലെങ്കിൽ DS-2019 എന്നിവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രോഗ്രാം അവസാനിക്കുന്ന തീയതി വരെ തുടരാം. എന്നാൽ ഈ കാലാവധി പുതിയ നിയമം നിലവിൽ വന്ന് പരമാവധി 4 വർഷത്തിൽ കൂടാൻ പാടില്ല. കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം F വിസക്കാർക്ക് 60 ദിവസവും J വിസക്കാർക്ക് 30 ദിവസവും രാജ്യം വിടാൻ സമയം ലഭിക്കും. ഭരണകൂടത്തിന്റെ അന്തിമ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ വിസ കാലാവധി നീട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് 2 വഴികളാണ് ഉള്ളത്. ഒന്ന്, USCIS വഴി നേരിട്ട് രാജ്യത്തിരുന്ന് തന്നെ കാലാവധി നീട്ടാൻ അപേക്ഷിക്കുക. 2, രാജ്യം വിട്ടതിന് ശേഷം ഒരു പോർട്ട് ഓഫ് എൻട്രി വഴി CBP ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വീണ്ടും പ്രവേശനത്തിനായി അപേക്ഷിക്കുക. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ അന്തിമ കരട് വൈറ്റ് ഹൌസിന്റെ ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബഡ്ജറ്റിൽ പരിശോധനയ്ക്കായി സമർപ്പിച്ചിരിക്കുകയാണ്.
വൈറ്റ് ഹൌസിന്റെ അന്തിമ അനുമതി ലഭിക്കുന്നതോടെ ഈ നിയമം എപ്പോൾ വേണമെങ്കിലും ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരാം. യുഎസിൽ ഉപരിപഠനം കൂടുതൽ ചിട്ടപ്പെടുത്താനും വിസ ചട്ടങ്ങൾ കർശനമാക്കാനുമാണ് ട്രംപ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൃത്യമായ സമയത്ത് പഠനം പൂർത്തിയാക്കി മടങ്ങുന്നവർക്ക് ഇതൊരു പ്രശ്നമില്ലെങ്കിലും അശ്രദ്ധ കാണിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായേക്കാം. അതിനാൽ യുഎസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർ പുതിയ വിസ മാറ്റങ്ങൾ നിരന്തരം നിരീക്ഷിക്കുക.